അതായത് ബസ്സിൽ നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കാണാം, ഒരുപാട് ആളുകൾ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൽ തന്നെ ഒന്നിലധികം പേര് മടിയിലൊക്കെ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എനിവേ, തൊട്ട് പുറകിലുള്ള ആ ഒരു ആള്, മുന്നിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരഭാഗത്തേക്ക് കൈ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി തൊട്ട് മുന്നിൽ, താൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ തൊട്ട് മുന്നിലിരിക്കുകയാണ്. പെട്ടെന്ന് കാമഭ്രാന്ത് മൂക്കാണ്. ചില ഞരമ്പ് രോഗികളുണ്ട് ഈ ബസ്സിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് സ്ത്രീകളുടെ ഭാഗം മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോയി നിൽക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു, ആ സന്ദർഭം മുതലാക്കുന്നു. പക്ഷേ ചില സ്ത്രീകളൊക്കെ അങ്ങനെയുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ചില സന്ദർഭങ്ങളിൽ ചില കുട്ടികൾ, എല്ലാവരും എന്നല്ല, ചില കുട്ടികളൊക്കെ റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ചില ആളുകൾ പേടിച്ച് വിറച്ച് ആ ഒരു സാഹചര്യത്തിന് അനുസരിച്ച് ഒന്നും റിയാക്ട് ചെയ്യാതെ നിൽക്കും. പക്ഷേ അത് അപകടമാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് ബസ്സിൽ നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കാണാം, ഒരുപാട് ആളുകൾ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൽ തന്നെ ഒന്നിലധികം പേര് മടിയിലൊക്കെ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എനിവേ, തൊട്ട് പുറകിലുള്ള ആ ഒരു ആള്, മുന്നിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരഭാഗത്തേക്ക് കൈ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം. ഇങ്ങനെയുള്ള നാറികളൊക്കെ നമ്മൾ ബസ്സിൽ യാത്ര പോകുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ചപ്പ കുറ്റി നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് അവൻ്റെ കഴപ്പങ്ങ് മാറ്റി കൊടുക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ചില വീഡിയോ പോലും എടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് നിന്നുകൊണ്ടായിക്കോട്ടെ ഇരുന്നു കൊണ്ടായിക്കോട്ടെ, യാത്ര പോകുന്ന സമയത്ത് ആരെങ്കിലും, നിങ്ങൾക്കറിയാലോ എന്നെ ശാരീരികമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒരാൾ സ്പർശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ, വൺ ടൈമിലൊന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ നിരന്തരമായിട്ട് എന്താ പറയുക, ഒരാളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അയാളുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അയാളുടെ ശരീരപ്രകൃതി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിഞ്ഞ് നിൽക്കുക, കോളർക്ക് പിടിക്കുക, അങ്ങനെ തന്നെ ഒരൊറ്റ ഒന്നും കൊടുക്കുക. അപ്പം തന്നെ അവൻ പേടിച്ചു പോകും. പിന്നെ അവൻ അത്ര എന്താകാൻ നിൽക്കില്ല, സംസാരിക്കാൻ നിൽക്കില്ല. അവൻ കാര്യം സമ്മതിക്കും. പേടിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും 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 അത് ചെയ്യുകയുള്ളൂ. സോ വല്ലാത്തൊരു അവസ്ഥയാട്ടോ. പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. സോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം.